ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 പേജ് നമ്പർ 20 ഫിഗർ ഇറ്റ് ഔട്ടിലെ 11th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ഹൗ മെനി കോയിൻസ് ഷുഡ് ബി സ്റ്റാക്ക് ടു മാച്ച് ദ ഹൈറ്റ് ഓഫ് ദി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റിനോട് മാച്ച് ചെയ്യണമെങ്കിൽ എത്ര കോയിൻസ് സ്റ്റാക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അസ്യൂം ഈച്ച് കോയിൻ ഈസ് 1 millimeter തിക്ക്. ഓരോ കോയിനും 1 millimeter തിക്നെസ് ആണുള്ളത്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റിനോട് മാച്ച് ചെയ്യണമെങ്കിൽ എത്ര കോയിൻസ് അടുക്കി വെക്കണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തറിയണം? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാണെന്ന് അറിയണം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ പഠിച്ചായിരുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 മീറ്റർ ആണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇങ്ങോട്ട് എഴുതാം. The approximate height of the Statue of Unity is equal to 180 meter. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കോയിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് മീറ്ററിലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം മീറ്റർ എന്ന് പറയുന്നത് ഒരു ബിഗ് ക്വാണ്ടിറ്റിയാണ്. മീറ്റർ ബിഗും മില്ലിമീറ്റർ സ്മോളുമാണ്. അപ്പം ബിഗിനെ സ്മോളിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ 10 millimeter ആണ് 1 centimeter. 100 centimeter ആണ് 1 meter ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 into 100, ദാറ്റ് ഈസ് 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബിഗിനെ സ്മോൾ ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യും. സ്മോളിനെ ബിഗ് ആക്കുമ്പം ഡിവിഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ മീറ്റർ എന്ന് പറയുന്നത് ബിഗാണ്, മില്ലിമീറ്റർ സ്മോളാണ്. അപ്പോൾ നമ്മൾ ബിഗിനെ സ്മോളിലോട്ടാക്കുമ്പം എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. 180 into 1000 millimeter എന്ത് കിട്ടും? 180 എഴുതിയിട്ട് 3 സീറോസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ 180 മീറ്റർ എന്ന് പറയുന്നത് 1,80,000 millimeter ആണ്. ഇനി നമുക്ക് കോയിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് ഓഫ് കോയിൻ ഇസ് ഈക്വൽ ടു 1 millimeter. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എത്ര നമ്പർ ഓഫ് കോയിൻസ്, ഹൗ മെനി കോയിൻസ് ഷുഡ് ബി സ്റ്റാക്ക് ടു മാച്ച് ദ ഹൈറ്റ് ഓഫ് ദി സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് കോയിൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം നമ്പർ ഓഫ് കോയിൻസ് ഈസ് ഈക്വൽ ടു, നമ്പർ ഓഫ് കോയിൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റിനെ ഒരു കോയിൻ്റെ തിക്നെസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് കോയിൻസ് നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് വരും? 1,80,000 ഡിവൈഡഡ് ബൈ 1 എന്ത് തന്നെ നമുക്ക് കിട്ടും? 1,80,000 എന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്? 1,80,000 തന്നെയാണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നതിന് നമുക്ക് എത്ര കോയിൻസ് വേണം? വി നീഡ് 1,80,000 കോയിൻസ്.